നമസ്കാരം. നമ്മുടെ കാശ്മീർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ഹൈദരാബാദ് റോഡാണ്. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇനി കൂടുതൽ പറയാനുണ്ട്. നമുക്കപ്പം ഈ യാത്ര തുടങ്ങിയാലോ? നമ്മുടെ ഈ ദീർഘദൂര യാത്രയിൽ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഫുഡ്. കാര്യം നമ്മൾ ഈ ഹൈവേയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന്റെ അവൈലബിലിറ്റി കൂടുതലും ദാബാസ് ആണ്. അവിടെ ഈ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇച്ചിരി കറികളോ അല്ലെങ്കിൽ കേടാകാതിരിക്കുന്ന കറികളോ അച്ചാറോ ഒക്കെ നമ്മൾ കരുതുകയാണെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ റൊട്ടിയോ ഒക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അതാകുമ്പോൾ നമ്മുടെ ചെലവും ചുരുക്കാം, നമ്മുടെ വയറ് കേടാകാതെ യാത്ര സുഗമമായിട്ട് മുമ്പോട്ട് പോകാനും പറ്റും. അപ്പം ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി ഇങ്ങനെയാണ്, ഈ ഫുഡ് കരുതുക അല്ലെങ്കിൽ അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ വീഡിയോ എടുക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ എനിക്കൊരു നല്ലൊരു തോട്ടത്തിൽ ഒരു ആംബിയൻസ് കിട്ടി. അവിടെ വന്ന് ഫുഡ് കഴിക്കണം. അപ്പൊ ഇവിടെ പണി ചെയ്യുന്ന ഒരു ചേട്ടനാണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്നത്. ചേട്ടനോടുള്ള ഒരു നന്ദി ഇപ്പൊ അറിയിച്ചോളൂ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പതിയെ വണ്ടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ചായയും കൂടെ കുടിക്കാമെന്ന് ഓർത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഇങ്ങനെ കുടിച്ചു. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു ചായ കുടിച്ചാൽ നമ്മുടെ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്കൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളൊരു വൈകിട്ടൊരു 9-9:30 നമ്മൾ ഹൈദരാബാദ് എത്തി. അപ്പോൾ ഇന്ന് ഡിന്നർ എന്നാൽ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് കഴിക്കാമെന്ന് ഓർത്ത് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയെങ്കിൽ മാത്രമേ വയറിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതെ ഫുഡിന് വലിയ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ മിക്കയിടത്തും ഈ സർവീസ് ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് എൻ്റെ ഒരു ഫോട്ടോ ഒരു സെൽഫിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത് ആദ്യം ഞാൻ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ സൂപ്പായിരുന്നു. ഭയങ്കര എരിവ് സ്പൈസി ആയിട്ടുള്ളൊരു സൂപ്പായിരുന്നു. അതിനുശേഷം റൊട്ടിയും ഡാലും ഒക്കെ ഓർഡർ ചെയ്തു. ഈ ഡാൽ എനിക്ക് 1.5 ആഴ്ച കഴിക്കാനുള്ളതുകൊണ്ട് വലിയ ക്വാണ്ടിറ്റിയാണ്. അതിനുശേഷം വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ സോളോ ഡ്രൈവ് ഇന്ന് അവസാനിക്കുകയാണ്. കാര്യം നാളെ തൊട്ട് നമ്മുടെ കൂട്ടത്തിൽ മറ്റ് 2 പേരോട് ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ചവിട്ട് ഞാൻ വണ്ടി നാഗ്പൂരിലേക്ക് വിടുകയാണ്. അവിടെ എയർപോർട്ടിൽ നമ്മളെ നോക്കി 2 പേര് നിൽപ്പുണ്ട്. അപ്പം അവരെ കണ്ടിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ വണ്ടി നാഗ്പൂർ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തതിനു ശേഷം ഞാൻ അവരെ റിസീവ് ചെയ്തു. അതെ, നമ്മുടെ സുഹൃത്തുക്കൾ 2 പേര് ജോയിൻ ചെയ്തു. ഉമേഷും ശരത്തും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ആരംഭിക്കുകയാണ്. ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഇന്നലത്തെ യാത്രകളും വന്ന വഴിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് മറ്റൊരു വണ്ടി, ഒരു താറിൽ 4 ചേട്ടന്മാർ, അവർ മഹാകുംഭമേള കാണാൻ വേണ്ടി പ്രയാഗ്രാജിലേക്ക് വന്നതാണ്. അപ്പോൾ അവരോടും ഇങ്ങനെ സംസാരിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ യാത്രകളെപ്പറ്റിയും ഞങ്ങളുടെ മുൻപിലത്തെ യാത്രകളെ പറ്റിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അവരൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി ഇത്രയും പ്രാവശ്യം യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ആശ്ചര്യത്തോടു കൂടി ഓരോരുത്തർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറേ കഴിഞ്ഞ ശേഷം രാവിലെ ഒന്ന് കുളിക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ പോയപ്പോഴാണ് ഒരു കൃഷിയിടത്തിലേക്ക് വെള്ളം വരുന്ന ഒരു പൈപ്പ്, ഒരു കോർപ്പറേഷൻ്റെ അവിടെ ഇറങ്ങി നല്ല രീതിയിലൊക്കെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും നാഗ്പൂരിൽ നിന്ന് UP-യിലേക്കാണ് തിരിക്കുന്നത്. അപ്പം ഇനിയുള്ള യാത്ര ഇവിടെ നിന്ന് UP-യിലേക്കാണ്. അപ്പം വരും വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ അറിയിക്കാം. അപ്പം നിങ്ങൾ വീഡിയോസ് കാണുക. ഓക്കെ, കൂടെ നിൽക്കുക. ബൈ.